അലൈക്കും വറഹ്മത്തുള്ളാഹി. ബദർ ശുഹദാക്കളുടെ വിലാപകാവ്യം ആലപിച്ച് ദഫ് മുട്ടിയത് ബദർ ദിനം ആഘോഷിക്കാനുള്ള തെളിവാകുമോ? അനി റുബയ്യ ബിൻത് മുഅവ്വദ് ബിൻ അഫ്രാ ജാഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല ഹീന ബുനിയ അലൈഹി أيدخل عليها في الزواج فجلس على فراشي كمجلسك مني فجعلت جويريات أي بنات صغيرات يضربن بالدف ويندبن من قتل من آبائي يوم بدر إذ قالت إحداكن وفينا نبي يعلم ما في غد فقال دعي هذه وقولي بالذي كنت تقولين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുബയ്യ ബിൻ മുഅവ്വദ് ബിൻ അഫ്രാഇന്റെ വിവാഹ ദിവസം അവിടെ വരികയുണ്ടായി. പ്രസ്തുത സാഹചര്യത്തിൽ അവിടെയുണ്ടായിരുന്ന ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടി ബദറിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വിലാപകാവ്യം ആലപിച്ച് ദഫ് മുട്ടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ അവരിൽ നിന്നുള്ള പെൺകുട്ടികളിൽ നിന്നുള്ള ഒരാൾ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, നാളത്തെ കാര്യം അറിയുന്ന എന്ന അർത്ഥത്തിലുള്ള ഈരടി പാടിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിക്കാനും നേരത്തെ പാടിയ പാട്ട് തന്നെ തുടർന്ന് പാടാനും ആവശ്യപ്പെടുകയുണ്ടായി. ഇത് ചില ആളുകൾ ബദറിൽ കൊല്ലപ്പെട്ടവരുടെ ആണ്ട് കഴിക്കാൻ തെളിവാക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഒരു ആണ്ടിന്റെയും സാഹചര്യത്തിൽ പാടിയതല്ല. കല്യാണ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്നിധനായപ്പോൾ അവിടെ കൂടിയിരുന്ന ചെറിയ പെൺകുട്ടികൾ ദഫ് കൊട്ടി പാടിയതാണ്. ഇതിലൊന്നും തന്നെ അവരോടുള്ള ബദർ ശുഹദാക്കളോടുള്ള പ്രാർത്ഥനയോ അതുപോലെ തന്നെ ഇസ്തിഗാസയോ തവസ്സുലോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, നാളത്തെ കാര്യമറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പാടാൻ പാടില്ല എന്നുപോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അവരെ ഉപദേശിക്കുന്നതായും മനസ്സിലാക്കാം.